രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, അപ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ ഒട്ടനവധി മേഖലകളുണ്ട്. ജനവാസ മേഖല അത് വനവുമായി ചേർന്ന് കിടക്കുന്നതാണ്. വനംവകുപ്പുമായി നിരന്തരം നാട്ടുകാർ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നൊക്കെ ഒരു മേഖലയാണ്. അതുപോലെ ഒരു മേഖല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും അല്ലേ രാഹുൽ? സമീപ നാളുകളിലായി അങ്ങനെ ഒരു പ്രദേശമായി ഈ മുള്ളരിങ്ങാട് മാറി എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ. നിരന്തരമായി ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ കാട്ടാനകളുള്ള പ്രദേശമോ കാട്ടാനയുടെ ആക്രമണം ഭയന്ന് കഴിയുന്ന ജനങ്ങളോ ആയിരുന്നില്ല മുള്ളരിങ്ങാട് ഉണ്ടായിരുന്നത്. കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഇവിടെ വനം വകുപ്പിന്റെ ഒരു വീഴ്ച, കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധം തീർക്കാൻ വനം വകുപ്പിന് ഈ പ്രദേശത്ത് ഒരു തടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വർഷത്തിന്റെ കണക്ക് എടുത്തെടുത്ത് പറയുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മാത്രം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അതിനിടയിൽ ഇപ്പോൾ ഒരു കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യമാകുന്നു. ഈ ഉമർ ഇലാഹിയ എന്ന് പറയുന്ന 22 വയസ്സ് മാത്രമേ ഉള്ളൂ. വീടിന്റെ എല്ലാ ചുമതലകളും വഹിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ഈ ഉമർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പശു ഉൾപ്പെടെയുള്ള ഉപജീവന മാർഗം അവർക്ക് തേടേണ്ടി വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വളർത്തിയിരുന്ന പശുവിനെ ഈ തേക്കിൻ കൂപ്പിൽ നിന്ന് വിളിക്കാനായി തിരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി പോയപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, കൂടെ ഒരാളുണ്ടായിരുന്നു. രണ്ടുപേരും, ഈ കൂടെ ഉണ്ടായിരുന്ന ആളും അമറും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ അമറിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കാൽ തട്ടി വീണതായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കാട്ടാനയുടെ ആക്രമണം ഏൽക്കേണ്ടി വന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് കൂടി അറിയാൻ കഴിയുന്നു. എന്തായാലും താലൂക്ക് ആശുപത്രി, തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് അമറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധ സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആളുകൾക്ക് വലിയ തരത്തിലുള്ള പരാതി കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണോ എന്നുള്ളതിൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ അല്പസമയത്തിന് ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഈ അമറിന്റെ മൃതദേഹം തൊടുപുഴ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകും, അവരുടെ ഒരു വിഷമം ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഈ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ കാട്ടാന ശല്യം തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരന്തരം വനം വകുപ്പിനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അത് കൃത്യമായിട്ട് അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ഈ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചില്ല. അങ്ങനെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് ആവർത്തിച്ച് നാട്ടുകാരും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ പ്രദേശത്ത് കാട്ടാന ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ തേക്കിൻകുപ്പിൽ തന്നെ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുകയാണ്. മറ്റു കാട്ടാനകളുമുണ്ട്. 6 കാട്ടാനകളാണ് ഒരു കൂട്ടത്തിലുള്ളത്. ആ കാട്ടാനകൾ ഇപ്പോഴും അവിടെയുണ്ട്. ആ ആനകളെ തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ മറ്റ് ജീവനക്കാരും ഈ പ്രദേശത്തേക്ക്, സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ആനകൾ ഏതെങ്കിലും വിധേന അവിടെ ഉണ്ടെങ്കിൽ അതിനെ തുരത്തുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നടപടി അടിയന്തരമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. രാഹുൽ, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് കാട്ടാന ആക്രമണം ഉണ്ടായതായി അറിയുന്നു, ഇങ്ങനെ ഒരാൾ മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല, ഈ പ്രദേശത്ത് ആനയുണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിവില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആദ്യഘട്ടത്തിന്റെ മറുപടി. എന്തായാലും നിലവിൽ ഇങ്ങനെ കാട്ടാന ആക്രമണം ഉണ്ടായതും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായ വിവരം വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് എന്തായാലും റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള സംഘം നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവർ ഏത് വിധത്തിലുള്ള നടപടിയായിരിക്കും ഇനി സ്വീകരിക്കുക എന്നുള്ളത് അറിയില്ല.